നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ബാങ്ക് പാസ്വേഡും അതുപോലെ തന്നെ ബാങ്ക് മാത്രമല്ല നിങ്ങളുടെ ഒട്ടുമിക്ക എല്ലാവിധ പാസ്വേഡും അതുപോലെ തന്നെ നിങ്ങൾ ഡാറ്റയും ചോരാതിരിക്കാൻ ഒരൊറ്റ സെറ്റിങ്സിൽ ചെയ്തു വെക്കണം. അതിനായിട്ട് നേരെ വീഡിയോയിലേക്ക് ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങളുടെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. സെറ്റിങ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗൂഗിൾ കാണാൻ സാധിക്കും. ഈ ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ജിമെയിൽ ഇവിടെ സെലക്ട് ചെയ്ത് വെക്കണം. ഇവിടെ ഒന്നിലധികം ഉണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നിങ്ങളുടെ പഴയ ആ ജിമെയിൽ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ റെക്കമെൻഡിൻ്റെ നേരെ അപ്പുറത്ത് ഒരു ഓൾ സർവീസ് കാണാൻ സാധിക്കും. ഈ ഓൾ സർവീസിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും പേഴ്സണലൈസ് യൂസിങ് ഷെയറിങ് ഡാറ്റ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ. സെറ്റിങ്സ് പറഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ട് കാര്യം മനസ്സിലാക്കുക. എൻ്റെ മൊബൈൽ ഫോണിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ മാപ്പ് ജിമെയിലിൻ്റെ കൂടെ നിങ്ങളുടെ ഈ ഒരു നോട്ട്സ് ഇല്ലേ, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എല്ലാവിധ കാര്യങ്ങളും നിങ്ങളുടെ ഹോം പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങളുടെ പാസ്വേഡും അങ്ങനെ നിങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളും ഇതുപോലെ നോട്ട്സിലാണ് നിങ്ങൾ എഴുതി വെക്കാറ്. ഇത്തരത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കീപ്പ് നോട്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതുപോലെ എനേബിൾ ആയിരിക്കും. അങ്ങനെ ഇല്ലാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉള്ളവർ നിർബന്ധമായിട്ട് നിങ്ങൾ ആ ഒരു കാര്യം ഇവിടെ ഷെയറിങ് ഡാറ്റ നിങ്ങളുടെ ഡാറ്റ ഷെയർ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു കീപ്പ് നോട്ട്സ് എന്ന് പറഞ്ഞ പ്രൊഫൈൽ ഇവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് അതിൻ്റെ നേരെ ഉള്ളത് നിങ്ങൾ ഡിസേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത്തരത്തിൽ നിങ്ങൾ അതിൽ എഴുതി വെച്ച കാര്യങ്ങളൊന്നും ഡാറ്റ ചോരാൻ സാധ്യതയില്ല. അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്തു വെക്കുക. പിന്നെ എപ്പോഴും പറഞ്ഞതുപോലെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും ഡിസേബിൾ ആക്കി വെച്ചാൽ അത്തരത്തിൽ എല്ലാ ഡാറ്റയും ചോരാതിരിക്കാൻ ഈ ഒരു സെറ്റിങ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നല്ലൊരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.